ഇപ്പോൾ നാട്ടുകാരുടെ മുന്നിൽ തട്ടിപ്പും വെട്ടിപ്പും കാര്യമാണ്. എന്തായാലും ഇത് സത്യമാണ്. നാട്ടുകാരുടെ മുന്നിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തി ജീവിക്കുന്ന ഒരാൾ മാത്രമാണ് സൈനാ പ്രതാപൻ എന്ന് ഇവർ തന്നെ പറയുകയാണ്. പിന്നെ അറിയാവുന്നത് മോഡലിംഗ് ആണ്. അത് ഇപ്പോൾ ഒരുപാട് ചാൻസ് വരുന്നുണ്ട്. ഫോട്ടോഷൂട്ടും ഫാഷൻ ഷോയ്ക്കും പ്രൊഡക്റ്റ് റിവ്യൂ പറയാനും ലെൻസ് മെൻ ഷർട്ട് ബ്രാൻഡിങ് ചെയ്യാനും എല്ലാം അത്യാവശ്യം മക്കളുടെ കാര്യത്തിനും അഡ്വർടൈസ്മെൻറ്റ് വരുന്ന അഡ്വക്കേറ്റിന് വരുന്ന ചിലവിനും ഉള്ള കാശും എല്ലാം കിട്ടും. പക്ഷേ ഹൈറിച്ചിലുള്ള എല്ലാവരും പറയും അവൾ ആടിപ്പാടി നടക്കുന്നു. ഹൈറിച്ചിലുള്ള എല്ലാവരും പറയും അവൾ ആടിപ്പാടി നടക്കുന്നു. ഹൈറിച്ചിലുള്ള എല്ലാവരും പറയും അവൾ ആടിപ്പാടി നടക്കുന്നു. പണ്ടൊക്കെ പറഞ്ഞത് നെഗറ്റീവുകാർ പറയുന്നു എന്നാണ്. ഇപ്പോൾ പറയാൻ തുടങ്ങി ഹൈറിച്ചുകാരാണ് പറയുന്നത് അവൾ ആടിപ്പാടി നടക്കുകയാണ് എന്ന്. ഞങ്ങളുടെ കാശും കൊണ്ട് കെട്ടിയോൻ ജയിലിലായിട്ടും അവൾക്ക് വിഷമമില്ല. ഇതെല്ലാം പറയും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉള്ളവർ തന്നെ. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ഉള്ളവർക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ട് എന്ന് സൈനാ പ്രതാപന് മനസ്സിലായിട്ടുണ്ട് എന്ന് അർത്ഥം. അതുകൊണ്ട് മാത്രം അത് ഞാൻ ചെയ്യാതെ ഇരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അക്കൗണ്ട് ഫ്രീസ്, വീട് ഫ്രീസ്. അതെന്താണ് വീട് ഫ്രീസ് ആവല്? വീട്ടിലുള്ള എല്ലാവരുടെയും അക്കൗണ്ട് ഫ്രീസ്. ഒരു ജോലിക്ക് പോകാൻ പറ്റില്ല, പിന്നെ എങ്ങനെ ജീവിക്കും? ആരാണ് ഇവർക്ക് ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞത്? ദൈവം സഹായിച്ച് കുറച്ച് നല്ല ഫ്രണ്ട്സും അച്ഛൻ്റെ ഫ്രണ്ട്സും സ്വാമീജിയും ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. എത്ര ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കും. അതുകൊണ്ട് പ്രതാപൻ ചേട്ടൻ പറഞ്ഞു, കോർട്ടിൽ മക്കളുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കി തരുന്നില്ല എങ്കിൽ നീ മറ്റുള്ളവർ എന്തു പറയും എന്ന് നോക്കണ്ട, നീ ഷോയും ഫോട്ടോഷൂട്ടും എല്ലാം ചെയ്തോ എന്ന്. അല്ലാതെ മക്കളെ കൊല്ലാൻ പറ്റില്ലല്ലോ. ഹൈറിച്ച് ഭയങ്കര സെൻറ്റിയാണ് കേട്ടോ. ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്കും ചില വിഷമങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല നല്ല ഡയലോഗുകൾ. ഹൈറിച്ച് തിരിച്ചു പിടിക്കാൻ ജീവിച്ചിരുന്നല്ലേ പറ്റൂ. അല്ലേൽ നമ്മൾ കാരണം ഒരുപാട് പേർ വഴിയാധാരം ആവില്ലേ എന്ന്. എൻ്റെ അമ്പോ, ഇതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അനാവശ്യമായിട്ട് കേസ് വലിച്ചു നീട്ടുന്നത് മതിയാക്കി ഉള്ളത് എല്ലാവർക്കും വീതിച്ചു കൊടുത്തോളൂ എന്നുള്ള കാര്യങ്ങൾ പറയും. അല്ലെങ്കിൽ നമുക്ക് തെറ്റുപറ്റിയെന്നും കോടതിയിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. പണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഒക്ടോബർ വരെ മാത്രമേ കേസ് നടത്തുകയുള്ളൂ, അതിനുശേഷം ഞങ്ങൾ എക്സൽ ഷീറ്റ് കോടതിയിൽ കൊടുക്കും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചുമ്മാ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 2024 മെയ് മാസത്തിലാണ് നിങ്ങൾ പറഞ്ഞത് നമ്മൾ ഒക്ടോബർ വരെ മാത്രമേ കേസ് നടത്തൂ, അതിനുശേഷം നമ്മൾ ആർക്കൊക്കെ പണം കൊടുക്കാനുണ്ട് എന്നുള്ള എക്സൽ ഷീറ്റ് നമ്മൾ കൊടുക്കും എന്നുള്ളത്. അതൊക്കെ കഴിഞ്ഞ് 25 ഒക്ടോബറും ആയി. നിങ്ങൾ IA ഇട്ട് കേസ് നീട്ടിക്കൊണ്ടു പോവുകയാണ്. അപ്പോൾ നമ്മൾ കാരണം ഒരുപാട് പേർ വഴിയാധാരമായി എന്ന് മനസ്സിലാക്കിയതിൽ വളരെ നല്ല കാര്യം. അഡ്വക്കേറ്റ് ഇപ്പോൾ ഫീസ് കൊടുക്കേണ്ട, ബട്ട് കോർട്ടിൽ വരുമ്പോൾ മനോജ് വക്കീലിന് ടിക്കറ്റും സ്റ്റേയും കൊടുക്കണം. പിന്നെ സിവിൽ സൂട്ട് ഫയൽ ചെയ്യുമ്പോൾ FIRന്റെ 10% അടയ്ക്കണം കോർട്ട് ഫീ ആയി. അതും കൂടാതെ പല ജില്ലകളിലുള്ള ബഡ്സ് കേസ് അറസ്റ്റ് ചെയ്തതിൽ അവിടെയെല്ലാം ജാമ്യത്തിന് വെക്കാൻ അവിടെ വക്കീലന്മാരെ വെക്കണം, അവർക്ക് ഫീസ് കൊടുക്കണം. പിന്നെ നോട്ടറി, ഫോട്ടോസ്റ്റാറ്റ്, ഇങ്ങനെ ED കോർട്ടിൽ ഫയൽ ചെയ്യുന്ന ചാർജ്, ഇതെല്ലാം കണ്ടെത്തണം ഞാൻ. ആവശ്യങ്ങൾക്ക് ഡൽഹിയിൽ പോകേണ്ട ആവശ്യവും വരാറുണ്ട്. അത് ശരി, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഡൽഹിയിലും പോകാറുണ്ടോ? ഡൽഹിയിൽ പോകാൻ വേണ്ടിയിട്ട് PMLA കോടതി നിങ്ങൾക്ക് വെറും 5 ദിവസത്തെ, മെയ് മാസത്തിൽ വെറും 5 ദിവസത്തെ അനുമതിയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കാമായിരുന്നു, ആവശ്യങ്ങൾക്ക് ഡൽഹിയിലും പോകണം എന്നുള്ള കാര്യങ്ങൾ. ആ എമൗണ്ട് എങ്ങനെ ഞാൻ ഇതെല്ലാം ഒപ്പിക്കണം? അതുകൊണ്ട് ഞാൻ വീണ്ടും ഷോയും ഷൂട്ടിനും മറ്റും ഇറങ്ങിത്തുടങ്ങും ചിലപ്പോൾ. കമ്മ്യൂണിറ്റിയിൽ നിന്നും
മുമ്പ് പലരും കേസിന് വേണ്ടി ക്യാഷ് നഷ്ടപ്പെട്ട കാരണം എനിക്കിനി ഉള്ള കേസിൻ്റെ ഒരു കാര്യത്തിന് നമ്മുടെ കമ്മ്യൂണിറ്റിയെ ആരോടും ചോദിക്കാൻ പറ്റില്ല. ചോദിച്ചാലും ആരും തരുകയുമില്ല. പക്ഷേ ഒന്ന് നിങ്ങൾക്ക് ഞാൻ വാക്ക് തരും, കമ്പനി തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ ഏതറ്റം വരെയും വേണേലും പോകും എന്നുള്ളതാണ്. ഒന്നിനെയും പേടിച്ച് ആത്മഹത്യ ചെയ്യില്ല. അതിനിടയിൽ കാലൻ വന്ന് വിളിച്ചാൽ പോലും കമ്പനി വന്നിട്ട് ഞാൻ വരാമെന്ന് പറയും. എല്ലാവരും കൈയടിക്കാനുള്ളൊരു ഡയലോഗാണ് ഇത്. കാലം വന്ന് വിളിച്ചു കഴിഞ്ഞാലും കാലിനോട് വെയിറ്റ് ചെയ്യൂ, എൻ്റെ കമ്പനിയിൽ ഞാൻ ഇടുകയാണ് എന്ന് പറയും. ഒരുപാട് പേരുടെ ജീവിതമാണ് ഞങ്ങളെ വിശ്വസിച്ച് വന്നവരെ വഴിയിൽ ഇട്ട് ബുദ്ധിമുട്ട് ജീവിതത്തിലുണ്ടെങ്കിലും ഞാൻ മരിക്കാൻ പോലും തയ്യാറല്ല. ഒരു ദിവസം നെഗറ്റീവ് ഗ്രൂപ്പിൽ ചർച്ച കണ്ടു, ശ്രീന എന്താ ആത്മഹത്യ ചെയ്യാത്തത് എന്ന്. പണ്ട് പ്രതാപൻ ജയിലിൽ പോയപ്പോൾ അവൾ അത് ശ്രമിച്ചതല്ലേ, അച്ഛൻ കണ്ടത് കാരണമല്ലേ രക്ഷപ്പെട്ടത് എന്ന്. അന്ന് എനിക്ക് 20 വയസ്സേ ഉള്ളൂ, അതിനുള്ള ബോധം ഉണ്ടായേ ഉള്ളൂ. ഇന്ന് 35 വയസ്സ് ആണ്. ബട്ട് ഇവിടെ എന്നെ വിശ്വസിച്ചു വന്നവർ ഒരുപാടുണ്ട്. അവരെ പാതി വഴിയിൽ ഇടാൻ ഞാൻ ഒരുക്കമല്ല. ഹൈറിച്ച് എന്ന പ്രസ്ഥാനം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കും. പിന്നെ തട്ടിപ്പുകാരി വെട്ടിപ്പുകാരി എന്ന് പറയുന്നവരോട് ഞാൻ സിമ്പിളായി പറയും, നിങ്ങൾക്കൊക്കെ ഒരാളുടെ കയ്യിൽ നിന്നും 1000 രൂപ ചോദിച്ചാൽ കിട്ടുമോ? ബട്ട് എന്നെ വിശ്വസിച്ച് കോടികൾ കൊണ്ട് തന്നവർ ഉണ്ട് എന്ന്. അപ്പോൾ അവൻ്റെയൊക്കെ വായ അടയും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശ്രീനാ പ്രതാപനോട് ചോദിക്കാനുള്ളത്, ഇത് നിങ്ങളുടെ ഹൈറിച്ചിലെ കാര്യമാണോ പറയുന്നത്, അല്ലെങ്കിൽ ഹൈറിച്ച് പൂട്ടിക്കെട്ടിയതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ കോടികൾ വക്കീൽ ഫീസായിട്ട് ചിലവഴിച്ചിട്ടുണ്ട്. 15 കോടിയോ മറ്റോ ആണ് ആൾക്കാർ പറയുന്നത്. 15 കോടി ഇപ്പോൾ 2 വർഷത്തിലെ കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടി 15 കോടി ചിലവഴിച്ചു എന്ന്. അപ്പോൾ ഈ 15 കോടി നിങ്ങളെ വിശ്വസിച്ച് ആൾക്കാർ കൊണ്ടുതന്നതാണോ എന്നാണോ പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഹൈറിച്ചിൽ ഇട്ട 3000 കോടിയെക്കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1000 രൂപ പോലും തരില്ല. പക്ഷെങ്കിൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കോടികൾ തരാൻ ഇവിടെ ആളുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ആളുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ സെറ്റിൽമെൻറ്റ് എന്നുള്ള കാര്യങ്ങൾ വന്നതും എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പ്രതാപൻ നിർദ്ദേശിച്ചതും. പക്ഷെങ്കിൽ നിങ്ങളാണ് അങ്ങനെ കോടികൾ തരാൻ വന്നവരെ പോലും തിരിച്ചയച്ചിരുന്നത് എന്നുള്ള കാര്യവും ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ തിരിച്ചു വന്നിരിക്കും, അതൊരു പ്രപഞ്ച സത്യമാണ്. തട്ടിപ്പ് നടത്തിയവർ പിടിക്കപ്പെടും എന്നുള്ളത് ഒരു പ്രപഞ്ച സത്യമാണ്. പക്ഷേങ്കിൽ ഹൈറിച്ച് എന്ന തട്ടിപ്പ് കമ്പനി തിരിച്ചു വരില്ല എന്നുള്ളതാണ് പ്രപഞ്ച സത്യം. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ഇത് വളരെ വലിയൊരു വീഡിയോ ആയിപ്പോയി. നമുക്ക് എന്തായാലും ഇത് 2 ഭാഗങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ബൈ.